എന്റെ മുമ്പിൽ ഈ ഓട്ടോയിൽ പോകുന്ന ആളെ കണ്ട, ഇദ്ദേഹം കോടികളാണ് ഉണ്ടാക്കുന്നത്. ഒരു വിധത്തിൽ ആ ഓട്ടോയ്ക്ക് ഞാൻ നമുക്കൊന്ന് കൈ കാണിച്ചു നോക്കാം. ഹലോ, നിർത്തുമെന്നറിയില്ല. നമസ്കാരം. കോടികൾ ഉണ്ടാക്കുന്ന ആളെന്നാണ് പറഞ്ഞത്. അടുത്ത സ്ഥലത്തേക്ക് പോയാലോ? പിന്നെ ഓക്കെ, വാ കയറിയേക്ക്. ഓട്ടോയ്ക്കകത്തേക്ക് കയറുവാണ്. ഫസ്റ്റ് എങ്ങോട്ടാ നമ്മള് പോണത്? നമുക്ക് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലും മോമ ഗ്രാമപഞ്ചായത്ത്, കേരള സൗത്ത് ഗ്രാമപഞ്ചായത്ത്, തണ്ണീർമുക്കം, അങ്ങനെ 3-4 പഞ്ചായത്തിലാണ് നമ്മളെ കൃഷിയിടങ്ങൾ. എല്ലായിടത്തും ഉണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാം. കർഷകനാണ്, നമ്മുടെ സുജിത്താണ്, ചേർത്തലയിലാണ്. ഈ കാണുന്ന ചീരയാണെങ്കിൽ എത്ര രൂപ നമുക്ക് കിട്ടും? ഇതിപ്പോ 2 ലക്ഷം രൂപയുടെ ചീരയുണ്ട്. 2 ലക്ഷം? മൊത്തത്തിൽ ഒരു വർഷം വിൽക്കണ 15 ലക്ഷം രൂപയുടെ ചീര. 15 ലക്ഷം രൂപയുടെ ചീരയാണ് ഒരു വർഷത്തിൽ ഇടവിളായിട്ട് ഇത് വിൽക്കുന്നത്. ചീര മാത്രം. സുഹൃത്ത് ഇപ്പഴത്തെ നട്ടേക്കുന്ന ഇത് കണിവെള്ളരിയാണ് ഫുള്ള്. ഒരു 3 ലക്ഷം രൂപയുടെ കണിവെള്ളരി ഏപ്രിൽ 10-ാം തീയതി വർഷങ്ങളായിട്ട് വിളവെടുത്തോണ്ടിരിക്കുകയാണ്. ഈ വിഷു സമയത്ത് 3 ലക്ഷം രൂപയുടെ കണിവെള്ളരി മാത്രം പോകും. ഇത്തവണ മഴ ചതിച്ചില്ലെങ്കിൽ പാത്തിലൊക്കെ ചെറിയ വെള്ളമുണ്ട്, കണ്ടത് ചെറിയ വെള്ളമുണ്ട്. ഈ വെള്ളം മഴ ചതിച്ചില്ലെങ്കിൽ 3 ലക്ഷം കവർ ചെയ്യാൻ തന്നെ ഇത്തവണ നട്ടിരിക്കുന്നത്. ഇവിടെ 2 ലക്ഷം, ഇപ്പുറത്തെ സൈഡിൽ 3 ലക്ഷം, നടുക്കൊരു ക്യാമറ ഉണ്ട്. ടോട്ടൽ 5 ലക്ഷമാണ് ഇവിടെ നിന്ന് മാത്രം. ഇവിടെ നേരത്തെ പറഞ്ഞില്ല, ചീര ഫുള്ള് പറിച്ചു കഴിഞ്ഞ ഫ്ലോട്ടാണ് കേട്ടോ. ഇപ്പൊ പയറായി തുടങ്ങി. ചീര ഇടക്കൊക്കെ നിപ്പുണ്ട്. ചീര ഇടയ്ക്ക് കുറച്ച് മാത്രമേ ഇനി പറിക്കാനുള്ളൂ. അപ്പൊ അത് ഒരു 10-100 ചീര ഉണ്ട്. ബാക്കിയപ്പം പയർ ഇപ്പൊ അടുത്ത ആഴ്ച വില കൊടുക്കാം. കണ്ടിന്യൂസ് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. ഇത് അങ്ങനെ വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു കുഴപ്പത്താൻ ചേട്ട് കാര്യമുണ്ടോ? ഒരെണ്ണത്തിൽ നിന്ന് അടുത്ത വന്നോണ്ടിരിക്കും. ഇങ്ങനെ വരട്ടെ, ഒഴി വരട്ടെ. സുഹിത്ത് അതിന്റെ ഇടക്കുന്ന് ഒരാളെ എടുത്തോണ്ടിരിക്കുകയാണ്. ആരാണ്? നമ്മുടെ ഷമാം കുട്ടപ്പൻ. നമ്മൾ തേടി വന്ന ആളാണ്. ഇത് അറബിപ്പഴം അടിപൊളി കേട്ടോ, കാണാൻ നല്ല രസമുണ്ട്. ഇപ്പൊ 1 കിലോയ്ക്ക് മേലെ തൂക്കം വരും. ആണല്ലേ? ഇപ്പൊ നോയമ്പല്ലേ, ശരിക്കും ഡിമാൻഡുള്ള സമയം. ഇതിന്റെ ഉൾഭാവം കണ്ടല്ലോ, ഒന്ന് തുറന്നു നോക്കി. ഇവിടെ വെച്ച് മുറിക്കാം. നല്ല പഴുത്തിരിക്കും. ഇതൊരു വിദേശ ഫ്രൂട്ടാണ് കേട്ടാ. അടിപൊളി. പക്കല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ നല്ല ഡിമാൻഡാ അല്ലേ? നല്ല ഡിമാൻഡാ, പ്രത്യേകിച്ച് ഈ സമയത്ത്. ഷമാമിന്ന് മാത്രം എത്ര രൂപ കിട്ടും? ഷമാമ ഒരു 50,000 രൂപ ഷമാമാണ് പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത്. 50,000 രൂപ മാത്രമേ ആ സീസണിൽ നോയമ്പ് പ്രമാണിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. എല്ലാ സമയത്തൊന്നും ചെയ്യത്തില്ല. ഇങ്ങോട്ട് നോക്കുമ്പോ ചുമ്മാ കിടക്കുന്ന ഒരു പറമ്പ്, പക്ഷെ ഇതിന്റെ അടിയിൽ സ്വർണ്ണം കിടപ്പുണ്ടല്ലേ? മത്തൻ. കാണാം. എവിടെയാണ് വേണ്ടത്? അടിയും കിടക്കേ, അടിങ്ങി കിടപ്പുണ്ട്. അവിടെ ഫുള്ള് പച്ചപ്പാണ്ട് അറിയണല്ലേ. പച്ചപ്പാണ്ട് അറിയാത്ത എല്ലാം നല്ല പക്കയായിട്ട് എടുത്ത് കാണിച്ചേക്കാം. ഒരെണ്ണം എടുത്ത് കാണിച്ചാൽ 3 കിലോ 4 കിലോ തൂക്കമുണ്ട് കേട്ടോ. 3 കിലോ 4 കിലോ വരും. പിന്നെ ഇതൊക്കെ നമുക്ക് എങ്ങനെയാണ്? സീസൺ 5 കിലോക്ക് മേലെ വരും. സീസൺ ആണോ? ഇതൊക്കെ എല്ലാ സമയത്തും ചെയ്യും. പക്ഷെ ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസമാണ് ഏറ്റവും അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയത്. ഇവിടെ എന്താണ്? ഇവിടെ തണ്ണിമത്തൻ, നമ്മുടെ സാധനം അല്ലേ? തണ്ണിമത്തൻ മാസ്റ്റർ പീസ്. മുറിച്ച് കാണിച്ചാലോ? പിന്നെ അടിപൊളിയായിട്ട് മുറിക്കാം. കരലോട്ട് വെച്ചാലോ? തണ്ണിമത്തന്റെ മേലെ വെച്ച് തന്നെ മുറിച്ചേക്കാം. അവിടെ വെച്ച് തന്നെ മുറിക്കാം. നല്ല ഫുള്ള് വെള്ളമായി ഇതൊക്കെ അല്ലേ? പിന്നെ ഇത് കണ്ടോ, നല്ല ചുവന്ന ഫുള്ള് കളറാ. അടിപൊളി. ഇത് നമുക്ക് ഒരു സർപ്രൈസ് ആണ് കേട്ടോ. സർപ്രൈസ് ആണ്. ഓക്കെ, ഇത്തവണ പുതിയതായിട്ട് ലോഞ്ച് ചെയ്താണേ. അടിപൊളി. ഫുൾ മഞ്ഞ. ഞാനോടത്ത് മുറിക്കുമ്പോ ചുമലായിരിക്കും. കഴിഞ്ഞ വർഷം ഇത്ര വന്ന മഞ്ഞ ചുമല. ഇത് അടിപൊളി. ഇത് നമ്മൾ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇനിയിപ്പം നമ്മുടെ പ്രധാനമായിട്ട് മാർക്കറ്റിംഗ് എറണാകുളത്തും ആലപ്പുഴയിലാണ്. ഈ വണ്ടിയിലാണ് ലക്ഷങ്ങളും കോടികളും കൊണ്ടുപോകുന്നത്. തണ്ണിമത്തം മാത്രം നമുക്ക് ഒരു സീസണിൽ എത്ര രൂപ വിളവ് കിട്ടും? തണ്ണിമത്തന് ഒരു 5 ലക്ഷം രൂപ. 5 ലക്ഷം. അതായത് നമ്മള് ഈ സീസൺ മാത്രമല്ല ചെയ്യണത്, നോയമ്പ് മാത്രമല്ല. അതായത് നല്ല മഴക്കാലത്തൊക്കെ നമ്മുടെ ഇവിടെ ചൊരിമണലാണല്ലോ, ആ സമയത്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റും. തണ്ണിമത്തൻ നല്ല അടിപൊളിയായിട്ടുണ്ടാവും. നല്ല മധുരമാണ്. ഇവിടെ മുളകാണ്. മുളക് നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാവും. പൂക്കുല പോലെ നന്നായിട്ട് ഉണ്ടായി കിടക്കുന്നത്. പഴുത്തതുകൊണ്ട് പച്ചയുണ്ട്. ഇതൊക്കെ ഇനി എന്ത് ചെയ്യും? ഇത് പഴുത്തത് നമുക്ക് പൊടിപ്പിക്കും. പച്ച നമ്മള് പച്ചയായിട്ട് തന്നെ കൊടുത്ത് നല്ല എരിവാ. സിറയിനെത്തിപ്പെട്ട മുളകാ. നല്ല ഇതല്ലേ? വർഷത്തിൽ ഒരു 5 ലക്ഷം രൂപയുടെ മുളക് വിൽക്കുന്നുണ്ട്. മുളക് മാത്രം 5 ലക്ഷം രൂപ? 5 ലക്ഷം രൂപ വിൽക്കും. ഇത് ഫുള്ള് വഴുതനയാണ്. വഴുതനക്കൊക്കെ നല്ല ഡിമാൻഡ് അല്ലേ? വഴുതനൊക്കെ ഡിമാൻഡ്. ഇവിടെ നീല വഴുതന, ഇപ്പുറത്ത് ഫുള്ള് പച്ച വഴുതന. പച്ച വഴുതന എല്ലാ ഐറ്റം ആണല്ലോ, എല്ലാം കൂടി ഉണ്ട്. അതിന്റെ ഇടക്ക് കുക്കുംബറും ഒക്കെ ഉണ്ടല്ലേ? കുക്കുംബറൊക്കെ ഉണ്ട്. വഴുതന എന്ന് പറഞ്ഞാൽ നല്ല സൈസാണ്, നല്ല സൈസുള്ള വഴുതനയാണ്. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവല്ലേ? അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഒരു ദിവസം എനിക്ക് 500 രൂപയുടെ ഡീസൽ തന്നെ വേണം. 500 രൂപയുടെ ഡീസൽ തന്നെയാണ് ഒറ്റ ദിവസം? നല്ല മൈലേജാ. അപ്പൊ അറിയാലോ, അത്ര ഓട്ടം ഉണ്ട്. ചെലവുണ്ട്, കൃഷി ചെലവ് നോക്കണം. 100 കൂട്ടം ചെലവുണ്ട്. എത്ര ചേച്ചിമാരുണ്ട് കൂടെ? 13 പേര്. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി 3 പേര്. അപ്പൊ ഇത്ര സമയം ഉള്ള ഓടി ഇത്ര ചെലവെല്ലാം കറക്റ്റായിട്ട് വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് നേട്ടം കിട്ടാൻ. അതിനെല്ലാം കൂട്ടി നമ്മുടെ പടക്കുതിരയാണ്. മൈലേജ്. എനിക്ക് പറ്റിയല്ല. ആ ഓട്ടോ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീട്ടിലെത്തിയല്ലേ? വീട്ടിലെത്തി. സുഹൃത്തിന്റെ വീടാണ്.
വീട്ടില് പാഷൻ ഫ്രൂട്ട് കൃഷിയാണ്. ഇവിടെ പാഷൻ ഫ്രൂട്ട് മേളില് തണലും ഉണ്ട്, പാഷൻ ഫ്രൂട്ടും ആണ്. നല്ല ഇവിടെ കിടപ്പുണ്ടല്ലോ നമ്മുടെ ആള്, ഇതാണ് പച്ച. ഇതാണ് നമ്മുടെ വണ്ടി. ഇവനെ വളരെ കുറച്ച് സമയത്ത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മൊത്തം ഈ വണ്ടിയിലാണ് യാത്ര. അതിനകത്ത് ഇത് 5 യാത്ര മാത്രം, സമയമില്ലല്ലേ നടക്കാൻ. ഇണ്ട സൈഡിൽ കൂട്ടിയിട്ടേക്കണ എന്നാണ് ഇതിപ്പോ ചേന അടുത്ത കൃഷിക്കായിട്ടതേ എല്ലാം മുള വന്നിരിക്കണേ. മുള വന്നോണ്ടിരിക്കുകയാണ്. കുംഭമാസം. ഇനിയിപ്പോ കുംഭമാസം അല്ല, ചാണകം പെട്ടി വെച്ചേക്കും. ഇവിടെ പപ്പായ 1 ഇഞ്ച് പോലും നമ്മൾ വെറുതെ കളഞ്ഞിട്ടില്ല. അതൊക്കെ വീണ്ടും കുറെ പപ്പായ എല്ലാം ഉണ്ട്. വീഡിയോ എടുത്താൽ തീരെയല്ല, 5-6 മണിക്കൂറുള്ള സാധനം ഉണ്ട്. സുഹൃത്തിന് ശരിക്കും കൃഷിയിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? കൃഷി എന്ന് പറയാനാണെങ്കിൽ 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കൃഷിയിൽ. ഇപ്പൊ ഫുള്ളായിട്ട് ഇപ്പൊ വന്നിട്ട് 13 വർഷം. പഠിക്കുന്ന സമയത്ത് തന്നെ കാശ്മീരിൽ പാർട്ട് ടൈം ജോബ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വീണും തല്ലി അടിച്ചാല് വീണും ഒക്കെ നമ്മൾ ഇന്ന് രീതിയിലൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ തന്നെ ഒരുപാട് മാറ്റം വരുത്തി കഴിഞ്ഞാലുണ്ടല്ലോ സാധ്യമാണ്. നല്ല ആഹാരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിനുള്ള പീക്ക് ടൈമാണ്. ഗിയർ മാറ്റി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളം തകർത്ത് അടിപൊളിയാവും. കാശ് മൊത്തം കൂട്ടിയിട്ടൊക്കെയാണല്ലോ കൊടുക്കണല്ലേ. ഇത് ബട്ടർനെട്ടാണ്. ഇവൻ കിടന്നോളൂ. വർഷങ്ങളാണെന്നുള്ളത് തോടിനല്ല കട്ടിയാ. പിന്നെ ഒന്ന് മുറിച്ചാലാ ഒന്ന് മുറിച്ച് കാണിക്കോ. മുറിച്ച് ആൾക്കാർ മടുത്തെന്നാണ് തിരക്കല്ലേ. എല്ലാം കണ്ടു മടുത്ത്. എന്നാലും ഒന്നുകൂടി കാണിക്കാം നമ്മുടെ ബട്ടർനെട്ട് ഒന്ന് കാട്ടല്ലേ. ഇതാണ് ബട്ടർനെട്ട്. ഈ കിടക്കണ ഫുള്ള് ഈ സാധനമാണ്. ഇതിപ്പോ 500 കിലോക്ക് മേലുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം 30-40 വെച്ച് കൊടുക്കും. പിന്നെ സ്റ്റോക്കുകയും ചെയ്യും. നമുക്ക് എത്ര രൂപ വരുമാനം കിട്ടി ഇതിൽ നിന്ന്? ബട്ടർനെട്ടൊക്കെ ഒരു 1 ലക്ഷം രൂപയ്ക്ക് മേലെ അത്രേ ഉള്ളൂ. അത്രയും കിട്ടും. വേറെ മത്തനൊക്കെ ഉണ്ടല്ലോ. അടുത്ത് നമ്മള് പടക്കുതിരെ കയറ്റി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. നമ്മുടെ വീഡിയോ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ തന്നെ പരിപാടി നടക്കുമല്ലേ, കച്ചവടം നടക്കുന്നുണ്ട്. കച്ചവടം കൊടുക്കണം ഒരു പാർട്ടിക്ക്. അപ്പൊ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ തന്നെ നമ്മള് കച്ചവടം നടത്തുവാണ്. ഇത് ഒരു പാർട്ടിക്ക് കൊടുക്കാനുള്ളതാണ്. നേരെ അങ്ങോട്ട് പോവാണ്. ഇവിടെ എന്താണ്? ഇവിടെ കുക്കുംബറാണ്. കുക്കുംബറാണ്. ഇത് ചാക്ക് മൊത്തം കുക്കുംബറാണ്. 5 വെള്ളം എടുത്തല്ലേ? അടിപൊളി കുക്കുംബറാണ്. അങ്ങോട്ടൊക്കെ പോകാനുള്ള അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പല സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം 22-23 ചാക്ക അത്ര ഉണ്ട്. ഇവിടെ കുറെ നിരത്തി ഇട്ടിട്ടുണ്ടല്ലോ. ഇത് ഫുൾ ഡാമേജ് ആണ്. ഇതൊക്കെ കേട് വന്നതാ. നമ്മള് വിഷരഹിതമായിട്ടല്ല ചെയ്യണത്. അപ്പൊ വളഞ്ഞതും പൊളഞ്ഞതും കുത്തുള്ളതൊക്കെ ഒരുപാടുണ്ടാവും. ഇതൊക്കെ നമ്മള് പോത്തിന് കൊടുക്കും, വളാക്കും, അങ്ങനെ കൊടുക്കും, കുറെ അരിഞ്ഞു വെക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ 20% ഡാമേജ് വരും. എല്ലാ ഉൽപ്പന്നങ്ങളും വരും. ഏകദേശം എത്ര രൂപ കുക്കുംബർ? കുക്കുംബറൊക്കെ ഒരു 10-15 ലക്ഷം രൂപ കുക്കുംബർ. ഒരു എത്ര? 15 ലക്ഷം രൂപ കുക്കുംബർ. 15 ലക്ഷം രൂപ മലയാളത്തിലല്ലേ കുക്കുംബർ ഉപയോഗം കൂട്ടിയ പണ്ടത്തെ പോലെയല്ല. സലാഡൊക്കെ ആയിട്ട് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയ സമയം നല്ലൊരു ഓപ്പർച്യൂണിറ്റി കുക്കുംബർ. അതുകൊണ്ട് നമുക്കൊരു 15 ലക്ഷം രൂപ കച്ചവടം നടക്കും. 5 ലക്ഷം രൂപയ്ക്ക് മേലെ പോയെങ്കിലേ. വിശാലമായൊരു പന്തലല്ലേ? എന്താണ് സംഭവം? പന്തല് ഡ്രമ്മിലും മൾച്ചിങ്ങിലായിട്ട് ഇരിക്കുന്നു. 2 മെത്തഡ്. നമുക്ക് പല പല മെത്തഡാണല്ലോ ഉള്ളത്. ഡ്രമ്മിനകത്ത് വെച്ചിട്ടുണ്ട്. ഡ്രമ്മിന് ഈ പുല്ല് വിഷയമല്ല. അത് പാത്തിലല്ല കിടക്കണം. ഇതെന്താ നട്ടേക്കുന്ന? ഇത് പടലം, പാല്, ബീച്ചിൽ അങ്ങനെയുള്ള ഐറ്റംസ് ചെയ്യും. ഇതൊക്കെ പല പല സ്റ്റേജിലുണ്ടാവും. ഈ ഏരിയ ഫുള്ള് തക്കാളി അല്ലേ? തക്കാളി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുവാണേ. അതെ, ഇത് പഴുത്തല്ലേ? ഓ അടിപൊളി തക്കാളി. തക്കാളി എന്നൊക്കെ ലാഭം ഉണ്ടോ? തക്കാളി റിസ്ക് ആണ്. കാരണം ഞാൻ ഈ ജനുവരി മാസം മാത്രമേ പ്രധാനമായിട്ടും 2-3 മാസം ചെയ്യത്തുള്ളൂ. ഓറഞ്ചാണോ? നല്ല അടിപൊളിയാട്ടെ. പിടിച്ചോ ഓറഞ്ച്. സുഹൃത്തേ, ചേച്ചിമാരൊക്കെ വിളവെടുത്തോണ്ടിരിക്കുകയാണല്ലോ. അവിടെ വിളവെടുത്തോണ്ടിരിക്കുക. വെണ്ടയാണ്. വെണ്ട ഇഷ്ടം പോലെ വെണ്ടയാണ് കൃഷി. വെണ്ടയൊക്കെ നല്ല ആദായം അല്ലേ? വെണ്ടയൊക്കെ നമ്മൾ വർഷം മുഴുവനും ചെയ്യും. എല്ലാ സമയത്തും 1 ഏക്കർ വെണ്ട വിളവെടുക്കാനുണ്ടാവും. അപ്പൊ എല്ലാ സമയത്തും ഉണ്ടാകുമ്പോൾ എങ്ങനെ ഒരു 10 ലക്ഷം രൂപയുടെ വെണ്ടെങ്കിലും 10 ലക്ഷം രൂപയുടെ വെണ്ട തന്നെ നമ്മൾ ഒരു വർഷത്തിൽ വിളവെടുക്കും. കണ്ടിന്യൂസ് വേണോന്ന് സാധനം. പയറ്, പാവല് അങ്ങനെയുള്ള ഐറ്റം എല്ലാം ഉണ്ട്. പാവലൊക്കെ മിനിമം ചെയ്യത്തുള്ളൂ. വെണ്ടൊക്കെ കൂടുതൽ ചെയ്യും. പാവലൊക്കെ വല്ല ഒരു 3-4 ലക്ഷം രൂപയ്ക്ക് പാവല് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മള് കൂട്ടി വന്നപ്പോ 1 കോടിക്ക് മേളിൽ പോയി. 1 കോടിക്ക് മേളിൽ പോകും. പക്ഷെ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് മിച്ചം എന്ന് വെച്ചാല് വലിയ രീതിയിൽ പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ഫുൾ എഫർട്ട് ഇട്ടിട്ടാണ്. ഇവർക്ക് കൊടുക്കണം. പിന്നെ ഒരുപാട് നഷ്ടം വരും. അതെല്ലാം നഷ്ടം വരും. ക്ലൈമറ്റ് വേരിയേഷൻ ഉണ്ടാവും. വളത്തിന്റെ ഒക്കെ വില എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കഴിഞ്ഞ വർഷത്തിൽ എനിക്കൊരു 10 ലക്ഷം രൂപയ്ക്ക് മേലെ എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം പിടിക്കാൻ പറ്റി. അത് തന്നെ വലിയ കാര്യമാണ്. പലരും കൃഷിയിൽ നിന്നൊക്കെ അകന്നു പോകുമ്പോൾ ഇത്ര എനിക്ക് നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമാണ്. അമ്മത്തില്ല ഒരുപാട് സർവീസാണ് ഇത്. ലാഭം മാത്രമുള്ള ഒരു കച്ചവടം തന്നെ കാണരുത്. നമ്മള് ഇതിന്റെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പൈസയും കിട്ടി വരും.